അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പരിശുദ്ധമായ റമദാനിന്റെ സുന്ദരമായ ദിവസങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു സന്തോഷമാണ് റമദാൻ. ഈ റമദാനിനെ നാം ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമാണ് ഈ റമദാൻ നമുക്ക് അനുകൂലമാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ 10 ദിനങ്ങൾ റഹ്മത്തിന്റെ 10 ദിനങ്ങളായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ റഹ്മത്തിന്റെ 10ൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെ ധാരാളമായി നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ. ആ മക്കളെ നല്ല രൂപത്തിൽ വളർത്താനും ഉപയോഗപ്പെടുത്താനും സാധിക്കുക എന്നുള്ളത് അത് ഒരു രക്ഷിതാവിന് അല്ലെങ്കിൽ ഒരു മാതാപിതാക്കൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നതാണ്. ആ മക്കളെ കൃത്യമായി നമ്മൾ വളർത്തണം. മഹാനായ ഗസാലി ഇമാമ് നമ്മുടെ മക്കൾ നന്നാവാൻ വേണ്ടി ഇഹ്യാ ഉലൂമുദ്ദീനിൽ ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് ഒരുപാട് മക്കൾ ഉണ്ടാവുക എന്നുള്ളതല്ല, ആ ഉള്ള മക്കൾ അവന് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുക എന്നുള്ളതാണ്. ആ മക്കളുടെ ശീലങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഒരു രക്ഷിതാവ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു ചെടി നട്ടാൽ അതിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം, അതിന് വളമിട്ട് കൊടുക്കണം. അതിന്റെ വളം മറ്റു ചെടികൾ മോഷ്ടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റു ചെടികൾ വലിച്ചെടുക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. ഇതുപോലെ നമുക്കൊരു സന്താനമുണ്ടായാൽ ആ സന്താനത്തെ കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെയൊക്കെ മക്കളുടെ വിഷയത്തിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ നമ്മളൊക്കെ പേടിയിലാണ്. മഹാനായ ഗസാലി ഇമാമ് പറയുന്നു, ഒരു സന്താനം നന്നാവണമെങ്കിൽ ആ രക്ഷിതാക്കൾ അവരുടെ രക്ഷിതാക്കൾ മക്കൾക്കെതിരെ എതിരായി ദുആ ചെയ്യാൻ പാടില്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാനിന്റെ കുറഞ്ഞ ദിനങ്ങൾ നമ്മിൽ നിന്ന് കൊഴിഞ്ഞുപോയി. ഈ ദിനരാത്രങ്ങൾ എത്ര ദിവസം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ മകൻ എനിക്ക് ഇരു ലോകത്തും വിജയിക്കണം എന്ന് പറഞ്ഞ് റബ്ബിലേക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം, പക്ഷേ അവർക്ക് എതിരായി ദുആ ചെയ്യാൻ പാടില്ല. ഇന്ന് പല വീടുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ഓരോ മകനെ ദേഷ്യപ്പിടിച്ചുകൊണ്ട് രക്ഷിതാക്കൾ നിനക്ക് കുരുത്തം പിടിക്കുകയില്ല, നിനക്ക് ഒന്നും നടക്കുകയില്ല, നീ നന്നാവുകയില്ല എന്നൊക്കെ പല ഭാഷകളിൽ പല വേർഡുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷെ മക്കൾക്ക് പ്രതികൂലമായി നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല. നമ്മൾ മക്കൾക്ക് അനുകൂലമായി തന്നെ ദുആ ചെയ്യണം. മഹാനായ മുജൈരിം ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മക്കൾക്ക് വേണ്ടി രക്ഷിതാക്കൾ ദുആ ചെയ്യുമ്പോ ആ ദുആയെ രക്ഷിതാക്കളുടെ ദുആയും അതുപോലെ ആക്രമിക്കപ്പെട്ടവന്റെ ദുആയും അല്ലാഹു തആല പെട്ടെന്ന് സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ചിലപ്പോൾ ചില നിമിഷങ്ങളിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് ഉടനെ തന്നെ അല്ലാഹു തആല സ്വീകരിക്കാൻ കാരണമായേക്കാം. ദുആയുടെ ലഫ്ളുകളൊന്നും ആ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ ആവശ്യമില്ല. ലൈസ ലിദുആഇൻ അൻ യൽഫൾ, അവൻ ദുആയുടെ ലഫ്ളുകളൊന്നും പറയണോ എന്നില്ല, അല്ലാതെ തന്നെ അല്ലാഹു ദുആ സ്വീകരിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ടാകണം നമ്മുടെ മക്കളിൽ. അവർക്ക് വേണ്ടി ധാരാളമായി ദുആ ചെയ്യണം. മഹാനായ ഷഅറാനി ഇമാം റളിയല്ലാഹു അൻഹു തന്റെ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു മകൻ, അദ്ദേഹം കിതാബ് ഓതാൻ വേണ്ടി ആ മകനെ എത്ര പറഞ്ഞയച്ചിട്ടും ആ ഷഅറാനി ഇമാമിന്റെ മകൻ പഠിക്കാൻ വേണ്ടി റെഡിയാകുന്നില്ല. മഹാനവറുകൾ കുറെ ഉപദേശിച്ചു, പക്ഷേ ഈ ഉപദേശമൊന്നും അവൻ സ്വീകരിക്കുന്നില്ല. മഹാനായ ഷഅറാനി ഇമാം റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാത്രി ദീർഘനേരം പ്രാർത്ഥിച്ചു. അല്ലാഹുവിനോട് പറഞ്ഞു, എന്റെ മകനെ അങ്ങ് ഏറ്റെടുക്കണം. അള്ളാഹുവിലേക്ക് ഏറ്റെടുക്കാൻ വേണ്ടി മഹാനവറുകൾ
അതാ ദുആ ചെയ്യുകയാണ്, അല്ലാഹു തആലയിൽ ഏൽപ്പിച്ചു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ആ പ്രാർത്ഥനയുടെ ഫലം കണ്ടു തുടങ്ങി. മഹാനവറുകളുടെ മകൻ പഠിക്കാൻ പോവുകയും നല്ല പണ്ഡിതനായി തീരുകയും ചെയ്തു. നമ്മളുടെയൊക്കെ മക്കളുടെ വിഷയത്തിൽ ആരെങ്കിലും നമ്മളോട് വല്ല പ്രശ്നങ്ങൾ പറഞ്ഞാൽ എന്റെ മകൻ അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നായിരിക്കും നമുക്കൊക്കെ പറയാനുണ്ടാവുക. ഒരു സൂഫി വര്യനായ ഒരു വലിയ മഹാനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ അതാ അങ്ങാടിയിൽ കള്ളു കുടിച്ച് കൂത്താടി അങ്ങാടിയിൽ അക്രമങ്ങൾ ഉണ്ടാക്കി നടക്കുന്നു. നാട്ടുകാരൊക്കെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അതാ സൂഫി വര്യനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ മകൻ നാട്ടിൽ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, എന്താണ് അതിന് നിങ്ങൾ ഒരു പരിഹാരം കാണണം. അദ്ദേഹം പറഞ്ഞു, എന്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും അവൻ അങ്ങാടിയിൽ കള്ളു കുടിച്ച് അതാ ബോധം കെട്ട് കിടക്കുന്നു, അതാ സ്വബോധം നഷ്ടപ്പെട്ട് കിടക്കുന്നു. നാട്ടുകാർ അവനെ പിടിച്ച് അതാ സൂഫി വര്യന്റെ അരികിലേക്ക് കൊണ്ടുവന്നു. സൂഫി വര്യൻ അതാ ആ സമയം ആ മകനെ കുറിച്ച് ശ്രദ്ധിക്കുകയാണ്. അതാ മകന്റെ വായിൽ നിന്ന് നുരകൾ ഇങ്ങനെ വരുന്നുണ്ട്, കള്ളു കുടിച്ചതാണ്. മഹാൻ വലിയ വിഷമത്തിലായി. അദ്ദേഹം അന്ന് രാത്രി തന്നെ അതാ റബ്ബിലേക്ക് കരഞ്ഞു പ്രാർത്ഥിച്ചു, അല്ലാഹുവേ എന്റെ മകനെ നന്നാക്കി തരണം, എന്റെ മകനെ നന്നാക്കി തരണം എന്ന് പറഞ്ഞ് അദ്ദേഹം അതാ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. ആ പ്രാർത്ഥനയ്ക്കു ശേഷം ആ മകൻ പിന്നെ കള്ളു കുടിച്ചതായിട്ടില്ല എന്നാണ് ചരിത്രങ്ങളിൽ കാണുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത് പറഞ്ഞത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പുതിയ കാലത്ത് ഫേസ്ബുക്കൊക്കെ നമ്മുടെ വല്യപ്പമാർക്ക് വിറ്റ കാലമാണ്. കുട്ടികളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ തിളങ്ങുന്ന സമയങ്ങളാണ്. നമുക്ക് ആ ഇൻസ്റ്റാഗ്രാമിന്റെ ഒളി അജണ്ടകൾ പോലും നമുക്കറിയില്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ഇരിക്കുമ്പോ ഏത് ആപ്പുകളിൽ അവർ കയറിയാലും നമ്മളുടെ പ്രാർത്ഥന കാരണമായി അതിൽ നിന്ന് അവർ മാറി നിൽക്കാനും തിന്മയിലേക്ക് പോകാതിരിക്കാനും കാരണമായി തീരും. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നമുക്കറിയാം. ആ ഉപ്പയുടെ പ്രാർത്ഥന, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന കൊണ്ടാണ് യൂസുഫ് നബി അലൈഹിസ്സലാം ഇത്രയും വലിയ നിലയിലെത്തിയത്. പല സ്റ്റേജുകളിലൂടെയാണ്. ഒരു സമയത്ത് പൊട്ടക്കിണറ്റിൽ, ഒരു സമയത്ത് അതാ ഒരു സ്ത്രീയുടെ വഞ്ചനയിൽ, ഒരു സമയത്ത് അതാ കൊട്ടാരത്തിൽ, ഇങ്ങനെ പല സ്റ്റേജിലൂടെയും പോയപ്പോഴും ഒക്കെയും യൂസുഫ് നബി അലൈഹിസ്സലാം അതാ അല്ലാഹുവിലായി കൃത്യമായി ജീവിച്ചു. അതാ യാക്കൂബ് നബി അലൈഹിസ്സലാം നിത്യമായി പ്രാർത്ഥിക്കുന്നു. മഹാനായ സഹാബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യൂസുഫ് നബി അലൈഹിസ്സലാമിന് അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങളിൽ ആ 7 കാര്യങ്ങളും മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനുണ്ട്. ഷാബുൻ നശാഫി ഇബാദത്തില്ല, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച യുവാവാണ്. അതുപോലെ തന്നെ ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരിയാണ്. അതുപോലെ റജുലാനി തഹാബ്ബാ ഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ട 2 യുവാക്കൾ, വാപ്പയും മകനും വല്ലാത്ത സ്നേഹമായിരുന്നു. അങ്ങനെ റജുലുൻ ദഅത്ത് ഇംറഅത്തുൻ, ഒരു പെണ്ണ് അതാ അനാവശ്യത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോ ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു. ഈ എല്ലാ സ്റ്റേജിലൂടെയും യൂസുഫ് നബി അലൈഹിസ്സലാം കടന്നുപോയപ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ, ഈ യൂസുഫ് നബി അലൈഹിസ്സലാം ഇത്രയും വലിയ സ്ഥാനത്തേക്ക് ഉയരാൻ കാരണം അത് ഉപ്പയുടെ പ്രാർത്ഥനയായിരുന്നു. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മഹാനായ ഗസാലി ഇമാമ രണ്ടാമതായി ഒരു കാര്യം സൂചിപ്പിക്കുന്നു, മക്കൾ നന്നാവാൻ വേണ്ടി അക്ലുൽ ഹലാൽ, ഹലാലായത് മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ. ഇന്ന് എന്തും ഭക്ഷിക്കുന്ന ഒരു കാലത്ത് ഏത് ചിക്കൻ റോളും നമുക്കുള്ളതല്ല, ഹലാലായത് മാത്രമേ നമ്മൾ ഭക്ഷിക്കാൻ പാടുള്ളൂ. ഹറാമായ വീട്ടിൽ നമ്മുടെ മക്കളെ താമസിപ്പിക്കാൻ പാടില്ല. അവർക്ക് ഹറാമിലൂടെ സമ്പാദിച്ച പണം കൊണ്ട് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ പാടില്ല. മൽബസുഹു ഹറാമുൻ മത്അമുഹു ഹറാമുൻ വശ്റബുഹു ഹറാമുൻ, അവരുടെ പാനീയവും ഭക്ഷണവും അവരുടെ സ്ഥലങ്ങളും ഒക്കെ ഹറാമിൽ നിന്ന് മുക്തമായതാകുമ്പോൾ മാത്രമേ നമ്മുടെ മക്കൾ നന്നാവുകയുള്ളൂ. ഇന്ന് എല്ലാം ഹറാമായി കൊണ്ടിരിക്കുന്നു. ഇഷ്ടമുള്ള ബിസിനസ്സിൽ അതാ നമ്മുടെ രക്ഷിതാക്കൾ കൂടുമ്പോൾ അത് ഹലാലാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് അപ്പുറത്തെ വീട്ടിൽ ഒരു കാറ് വരുമ്പോ നമ്മുടെ വീട്ടിലും കാറ് വരണം. ഉമ്മമാർ ഭർത്താക്കന്മാരോട് പറയാ, ലോണ് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾ ഒരു കാറ് വാങ്ങണം.
അപ്പോൾ നമ്മളുടെ ഉപയോഗം ഹറാമിലൂടെയായി, പലിശയിലൂടെയായി. അതുകൊണ്ട് അത്തരം പലിശയായ ഹറാമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മുടെ മക്കൾക്ക് നൽകുന്ന ഭക്ഷണം അക്ലുൽ ഹലാൽ, ഹലാലായത് മാത്രമേ നമ്മൾ ഭക്ഷിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഹലാലായതല്ലാത്ത ഭക്ഷണം കഴിച്ചാൽ ഒരു മനുഷ്യന് 3 പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മഹാനായ ഗസാലി ഇമാം രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, വന്നുൽ മുഅ്മിൻ, എല്ലാവരെ കുറിച്ചും മോശമായി അവൻ ചിന്തിക്കും. ഞാൻ മാത്രമേ സ്വർഗത്ത് പോവുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ നരകത്തിലാണ് എന്നിങ്ങനെ ചിന്തിക്കും. മുഅ്മിനീങ്ങളെ കുറിച്ചൊക്കെ അവന് മോശമായ ഭാവനയുണ്ടാകും. അതുപോലെ തന്നെ അല്ലാ യജിദു ലിത്വാഅത്തി സമറ, അവന്റെ ഇബാദത്തുകൾക്ക്, സൽക്കർമ്മങ്ങൾക്ക് ഒരു ടേസ്റ്റും കിട്ടുകയില്ല. നമുക്ക് ഖുർആൻ ഓതുമ്പോൾ അതാ ഉറക്ക് വരുന്നു, നന്മയുടെ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് ഉറക്ക് വരുന്നു, മറ്റു ഇഷ്ടമുള്ള വീഡിയോകൾ, കൊമ്പകാടൻ പോയ തുടങ്ങി ഏത് വീഡിയോകൾ നമ്മൾ കാണുമ്പോഴും അതിന് നമുക്ക് നല്ല ഹരമുണ്ടാകുന്നു. പക്ഷേ നമുക്ക് ഹലാലായത്, അതുപോലെ ഹലാലായ ഭക്ഷണം കഴിക്കാത്തതിന്റെ പ്രശ്നമാണ് ഈ പ്രശ്നം. നന്മയിൽ അവന് താല്പര്യമുണ്ടാവുകയില്ല, ഒരു ടേസ്റ്റും നന്മയുടെ അവന് കിട്ടുകയില്ല. മൗലിദിലും പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹദ്ദാദ് ചെല്ലുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഹലാലായ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാവാം. മഹാനായ ഗസാലി ഇമാം മൂന്നാമതായി അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നു, അയ്യജ്തലിയ അലൽ മഅസിയത്തി, തെറ്റ് ചെയ്യാൻ പേടി ഉണ്ടാവുകയില്ല. ഇന്ന് എല്ലാ ക്ലാസുകളും ധാരാളമാണ്, എല്ലാ സൗകര്യങ്ങളും ധാരാളമാണ്, പള്ളികൾ ഇഷ്ടം പോലെയുണ്ട്, വനിതാ ക്ലാസുകൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ധാരാളമായി തെറ്റുകളും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യുമ്പോ അള്ളാഹുവിനെ പേടിയുണ്ടാവുകയില്ല. ഈ 3 പ്രശ്നങ്ങളും ഒരു ഹറാമായ ഭക്ഷണം കഴിക്കുന്നവന് ഉണ്ടായിത്തീരും. മഹാനായ ഗസാലി ഇമാം ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തതായി ഗസാലി ഇമാം പഠിപ്പിക്കുന്നു, മൂന്നാമതായി നമ്മുടെ സന്താനങ്ങൾ നന്നാവാൻ മക്കളെ, കൂട്ടുകാരെ കുറിച്ച് നമ്മൾ നന്നായി അറിഞ്ഞിരിക്കണം. എന്റെ കുട്ടിയുടെ കൂട്ടുകാരാരാണ്? ഫസൽ അൻ ഖലീലിഹി, നിന്റെ കൂട്ടുകാരെ കുറിച്ച് ചോദിച്ചിരിക്കണം മക്കളോട്. അവനോട് ചോദിക്കണം, നിന്റെ കൂട്ടുകാരാരാണ്? നമ്മുടെ മക്കളുടെ കൂട്ടുകാരെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. എന്റെ മകൻ ഏത് ക്യാമ്പസിലാണ് പഠിക്കുന്നത്? അവന്റെ കൂട്ടുകെട്ട് നല്ല കൂട്ടുകെട്ടാകുന്ന ക്യാമ്പസ് നമ്മൾ തെരഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ മക്കൾ നല്ലവരായി തീരും. എന്റെ പ്രിയപ്പെട്ടവരെ, നാലാമതായി ഗസാലി ഇമാം രേഖപ്പെടുത്തുന്നുണ്ട്, മക്കൾ നന്നാവാൻ അവരെ മര്യാദ പഠിപ്പിക്കണം. നല്ല മര്യാദ നമ്മൾ അവരെ പഠിപ്പിക്കണം, അദബ് പഠിപ്പിക്കണം. അത് ഭക്ഷണത്തിന്റെ വിഷയത്തിലാണെങ്കിലും എല്ലാ വിഷയത്തിലാണെങ്കിലും. മഹാൻ ഗസാലി ഇമാം അവിടുന്ന് രേഖപ്പെടുത്തുന്നുണ്ട്, ഒരു രക്ഷിതാവ് മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കലാണോ? മൊബൈൽ വാങ്ങിക്കൊടുക്കലാണോ? അല്ല, അവനെ അദബ് പഠിപ്പിക്കലാണ്. അത് മാതാപിതാക്കളോടുള്ള അദബ്, ബാപ്പയോടുള്ള അദബ് ഉമ്മ പഠിപ്പിച്ചു കൊണ്ടിരിക്കണം. ഉമ്മയോടുള്ള അദബ് അത് വാപ്പ പഠിപ്പിക്കണം. അങ്ങനെ വീട്ടിൽ എല്ലാ കാര്യങ്ങളിലും ഉപ്പ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, അത് പഠിപ്പിക്കണം. അതുപോലെ ഭക്ഷണത്തിന്റെ മുമ്പിൽ ബിസ്മി ചൊല്ലണം, അൽഹംദുലില്ലാ പറയണം, കൈ കഴുകണം, വായിൽ വെള്ളം കൊപ്പിളിക്കണം. ഇങ്ങനെ തുടങ്ങിയ ഓരോ സ്റ്റേജിലെത്തുമ്പോഴും നമ്മൾ മക്കളെ അദബ് പഠിപ്പിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, 18 വയസ്സായപ്പോ അവനോടൊരു കാര്യം പറയുമ്പോ അവൻ കേൾക്കുന്നില്ല. ആ അദബ് അവനെ ചെറുപ്പം മുതലേ അവനെ പഠിപ്പിച്ചു കൊണ്ടിരിക്കണം. അതല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? നിസ്കാരം പഠിപ്പിക്കേണ്ട കാര്യം പറഞ്ഞപ്പോ 7 വയസ്സായാൽ അവരോട് കൽപ്പിച്ചു കൊണ്ടിരിക്കണം. ഇങ്ങനെ നമ്മുടെ മക്കളെ കൃത്യമായി നിരീക്ഷിച്ച് അവരെ എല്ലാ കാര്യങ്ങളും ഓർമ്മപ്പെടുത്തി കൃത്യമായി നല്ല രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോ നമ്മുടെ മക്കൾ നമുക്ക് അനുകൂലമാകും. അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ സന്താനങ്ങളെ കൺകുളിർമ സന്തോഷിക്കാനുള്ള കാരണമാക്കി തെരുമാറാവട്ടെ. നമ്മുടെ മക്കൾ നമുക്ക് അനുകൂലമാക്കി തെരുമാറാവട്ടെ. പരിശുദ്ധമായ ഈ റമദാനിന്റെ ഓരോ സമയങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുകയും അതുപോലെ തന്നെ രാത്രിയുടെ യാമങ്ങളിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന്
ഓർമ്മപ്പെടുത്തുകയാണ്. ഹലാലായ ഭക്ഷണം അവരെ ഭക്ഷിപ്പിക്കണം, അതുപോലെ അവരെ കൂട്ടുകാരെ നമ്മൾ ശ്രദ്ധിക്കണം, അതുപോലെ കൃത്യമായി മര്യാദകൾ പഠിപ്പിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഈ റമദാൻ നമുക്ക് അനുകൂലമാകുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല നമ്മയൊക്കെ ചേർത്തി തരുമാറാവട്ടെ. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.